ശരി, സൈഫ്. സാജിദ് അജ്മൽ കൂടി ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. നിലമ്പൂരിൽ ഈ പൊതുയോഗത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർണ്ണമായി കഴിഞ്ഞോ സാജിദ്? എപ്പോഴാണ് ആരംഭിക്കുന്നത്? 50 കസേര ഇട്ടു എന്ന് പറയുന്നു. സഖാക്കൾ എത്തുമെന്നാണോ ഇപ്പോഴും അൻവർ പ്രതീക്ഷിക്കുന്നത്? മാത്രമല്ല, ഒരു വെല്ലുവിളി കൂടി അവിടെയുണ്ട്. കൂടുതൽ പൊതുയോഗങ്ങൾ നടക്കും, സഖാക്കൾ എത്തും. അതിനപ്പുറത്തേക്ക് ചില പഞ്ചായത്തുകൾ, മലപ്പുറത്ത് CPM ഭരിക്കുന്ന പഞ്ചായത്തുകളൊക്കെ വീഴ്ത്താൻ അൻവറിന് ഒരു ഫോൺ കോൾ മതി എന്നൊക്കെ കാര്യങ്ങൾ നേരത്തെ അൻവർ പറയുകയുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? ധന്യ, കൃത്യം 6:30-ക്ക് PV അൻവറിന്റെ പ്രസംഗം ആരംഭിക്കും. ഇപ്പോൾ ഇത്രയാണ് ഇവിടെയുള്ള സംവിധാനം. ഒരു പിക്കപ്പ് വാനാണ്. ഇതിൽ ഒരു പോഡിയവും മൈക്കും ഉണ്ട്. അതിന് പിറകിലായി PV അൻവർ MLA ജനങ്ങളോട് സംസാരിക്കുന്നു എന്ന ബോർഡ്. അതിനപ്പുറത്ത് ഒരു TV സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ക്രീനിൽ ചില വീഡിയോകൾ പ്രദർശിപ്പിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇയനെ കുറിച്ച്, അതായത് മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് അതിഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ ഈ അടുത്ത പൊതുയോഗത്തിൽ നടത്തും എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിൽ PV അൻവർ വലിയ അവകാശവാദങ്ങളൊന്നും തന്റെ പരിപാടിക്ക് ഇത്ര ആൾ വരും എന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വലിയ തോതിൽ ആൾക്കൂട്ടം എത്തുമെന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവരും പ്രതീക്ഷിക്കുന്നത്. ഇതിന് കാരണം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് അനുകൂലമായി ഈ പരിപാടിക്ക് വരുമെന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. ഈ CPM-നും ഈ അവരുടെ അനുഭാവികളായ ആളുകൾ എത്തുമോ എന്ന ഒരു ആശങ്ക ഉണ്ട്. ഇതിന് കാരണം ഇന്നലെ ഈ EN മോഹൻദാസ് ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഈ ആർക്ക് വേണമെങ്കിലും ഒരു പൊതുയോഗം കേൾക്കാൻ പോകാം, തങ്ങൾ വിലക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പരിപാടിക്ക് എത്തരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. നിങ്ങളെ ഈ പരിപാടിക്കായി എവിടുന്ന് വന്നതാ? പാലക്കാട് ഡിസ്ട്രിക്ട് പരിപാടി വീക്ഷിക്കാൻ വേണ്ടി വന്ന. ഈ അൻവറിനോടുള്ള സ്നേഹം കൊണ്ടാണോ, എന്താണ്? അങ്ങനെയും പറയാം. ഏതെങ്കിലും പാർട്ടിയിലുള്ള ആളുകളാണോ? പാർട്ടി വേറെ പാർട്ടിയിലുള്ള ആളുകളാണ്. നിങ്ങൾ വല്ലപ്പോഴാണോ? അതെ, തീർച്ചയായിട്ടും വല്ലപ്പോഴാണ്. നിങ്ങളൊക്കെ എവിടുന്ന് വന്നതാ? പട്ടാമ്പി. ഒരു പാർട്ടിയില്ല. നിങ്ങളോ? ഞങ്ങള് അനുഭാവികളാണ്. ഏതിന്റെയാ? CPM-ന്റെ അനുഭാവികളാണ്. ഈ അൻവർ പല കാര്യങ്ങളും പറയുന്നു, സർക്കാർ പല കാര്യങ്ങളും പറയുന്നു. നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത് എന്താ? ഇത് സർക്കാരിന്റെ കാര്യത്തില് ഭയങ്കര മോശം അഭിപ്രായം. അൻവർക്ക് പറയണാണ് ശരി. പോലീസിനെതിരെയൊക്കെ അത് നമ്മൾ പറയണില്ല. മൊത്തത്തിൽ സർക്കാർ പരാജയമാണ്. പാർട്ടി അനുഭാവികൾ തന്നെ ഇതൊക്കെ അൻവർക്ക് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പാർട്ടി അനുഭാവികൾക്കും പറയാൻ. ഇതാണ് ഈ ചില ആളുകൾ. ഇവര് പലരും പാലക്കാട് ജില്ലയുടെ പട്ടാമ്പി വല്ലപ്പുഴ മേഖലയിൽ നിന്ന് വരുന്നതാണ്. എവിടുന്ന് വരിക? ചാലിയാർ. ഈ പരിപാടി കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങള് അൻവറിന്റെ നേരത്തെ വോട്ടർ കൂടിയാണല്ലോ അല്ലെ? ഞാന് PK ബഷീർ MLA-യുടെ വോട്ടറാണ്. PK ബഷീർ MLA-യുടെ വോട്ടറാണ്. ഇപ്പൊ മറ്റേ ഏതാ, മുസ്ലിം ലീഗ് പ്രവർത്തനാണോ? ഞാനൊരു ജനാധിപത്യ വിശ്വാസിയാണ്. അൻവറിനെ കേൾക്കാൻ വന്നതാണ്. കേൾക്കാനും കാണാനും. പിന്നെ ഈ പല രീതിയിലുള്ള ആളുകളാണ് ഉള്ളത്. ഇവർ എല്ലാവരും തന്നെ അൻവറിനെ കാണാനും കേൾക്കാനും ഉള്ളതാണ്. ഈ കൂടുതൽ ഈ അയൽ ജില്ലയിൽ നിന്ന്, പാലക്കാട് ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ എത്തിയ ആളുകളുണ്ട്. ഇങ്ങോട്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്പോൾ കസേരകളും മറ്റും ഇവിടെ സംവിധാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ചെറിയ ഒരു പറമ്പുണ്ട്, അതുകൂടി സംവിധാനിക്കും. മൊത്തം നോക്കിയാലും ഒരു 600-700 ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനമാണ്. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ എവിടുന്നാണ്? ഈ രീതിയിൽ ഈ പല ഭാഗത്തു നിന്നും ആളുകൾ എത്തുന്നുണ്ട്. ഇതിൽ ഈ സർക്കാർ അതുപോലെ തന്നെ CPM സംവിധാനവും മൊത്തം അൻവറിനെതിരെ നിൽക്കുന്നു. ആ സമയത്താണ് PV അൻവർ ഒരു പൊതുയോഗം വിളിക്കുന്നത്. ഇനിയും ഈ മലപ്പുറം ജില്ലയിൽ വിവിധ ഇടങ്ങളിലായി പൊതുയോഗമുണ്ട്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പൊതുയോഗം നടത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായത് ഇന്നത്തെ തന്നെയാണ്. കാരണം ഈ PV അൻവറിന്റെ ഈ തട്ടകമെന്ന് പറയാവുന്ന അദ്ദേഹം MLA ആയ സ്ഥലത്തെ പൊതുയോഗമാണ്. ഇതിൽ എത്രത്തോളം ആളുകൾ വരുന്നു എന്നുള്ളത് വളരെ പ്രധാന
പ്രധാനപ്പെട്ടതാണ്. കാരണം PV അൻവർ ഒരു പാർട്ടി രൂപീകരിക്കും, ഇല്ലെങ്കിൽ ഒരു സാമൂഹ്യ സംഘടന രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇന്ന് വളരെ കുറഞ്ഞ ആളുകളാണെങ്കിൽ ആ ഒരു നീക്കം പരാജയമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ. അല്ല, ഈ വലിയ തോതിൽ ആളുകൾ വരികയാണെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം അദ്ദേഹത്തിനുണ്ടാകും. ഈ CPM-ന്റെ അണികളായ ആളുകളും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും വലിയ തോതിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് CPM-നെയും സർക്കാരിനെയും സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. എന്തായാലും ചന്തക്കുന്ന് ഈ ബസ് സ്റ്റാൻഡിന് പരിസരത്ത് ഈ പരിപാടിക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിലവിൽ വലിയ തോതിൽ ആളുകൾ എത്തിയിട്ടില്ല, പക്ഷേ ഈ വലിയ തോതിൽ ആളുകൾ എത്തുമെന്നാണ് അൻവറും അദ്ദേഹത്തോട് ഒപ്പമുള്ള ആളുകളും പ്രതീക്ഷിക്കുന്നത്. സാജിദ്, ഈ സമയത്ത് അതായത് 2 മണിക്കൂർ മുമ്പ് ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അൻവർ എന്താണ് പറയാൻ പോകുന്നത്? പ്രത്യേകിച്ച് വീഡിയോകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് വീണ്ടും പറയാനുണ്ട് എന്നതുകൂടി കേൾക്കാൻ വേണ്ടി കൂടുതൽ വലിയൊരു തിരക്കിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടല്ലേ സ്ഥലത്ത്? തീർച്ചയായും അത്തരം ഒരു സാധ്യത കൂടി ഉണ്ട്. കാരണം എന്തെല്ലാമാണ് അദ്ദേഹം പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ADGP MR അജിത് കുമാർ, അതുപോലെ തന്നെ മുൻ SP സുജിത് ദാസ് ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് അദ്ദേഹം നിരവധി കാര്യങ്ങൾ പറയുകയും തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ പാർട്ടി നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെതിരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്, അതിനാണ് ഈ സ്ക്രീൻ ഉൾപ്പെടെ സംവിധാനിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.